കേന്ദ്ര ബജറ്റ് 2026 കേരളത്തിന് വീണ്ടും അവഗണന. കേരളത്തിലെ ജനങ്ങൾക്ക് നിരാശ. എയിംസ് കേരളത്തെ വീണ്ടും ഒഴിവാക്കി. പുതിയ എയിംസ് പ്രഖ്യാപന പട്ടികയിൽ സംസ്ഥാനത്തിന് സ്ഥാനം ലഭിച്ചില്ല. അതിവേഗ റെയിൽ, വേഗറെയിൽ ഇടനാഴി, രാജ്യത്താകെ പുതിയ ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. വൻ കേന്ദ്ര പദ്ധതികൾ, തുറമുഖം, വ്യവസായ ഇടനാഴി, പ്രത്യേക പാക്കേജ് തുടങ്ങിയ പ്രത്യേക പ്രഖ്യാപനങ്ങളില്ല. ഇതോടെ കേരളത്തോട് അവഗണന എന്ന വിമർശനം ശക്തമായി. കേരളത്തിന് ആശ്വാസമായ ചില കാര്യങ്ങൾ: ഗ്രാമീണ വികസനം, ദുരന്ത നിവാരണം, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം വർദ്ധിപ്പിച്ചു, കേരളത്തിനും ഇതിൽ പങ്ക് ലഭിക്കും. ആയുഷ്, ആയുർവേദ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം, കേരളത്തിന് പരോക്ഷ ഗുണം. MSME, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട വ്യവസായങ്ങൾക്ക് പിന്തുണ, കേരളത്തിലെ സംരംഭകർക്ക് സഹായകരം. കേന്ദ്ര ബജറ്റ് 2026 ദേശീയ തലത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. ബജറ്റ് അവതരിപ്പിച്ചത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സാമ്പത്തിക വളർച്ച, അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ ഇന്ത്യ, സെമികണ്ടക്ടർ മേഖല എന്നിവയ്ക്ക് ഊന്നൽ. ആദായനികുതി സ്ലാബുകളിൽ വലിയ മാറ്റമില്ല, മിഡിൽ ക്ലാസിന് മിശ്ര പ്രതികരണം. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവരെ ലക്ഷ്യമിട്ട ചില സാമൂഹിക പദ്ധതികൾ. കേന്ദ്ര ബജറ്റ് 2026 ൽ കേരളം വലിയ പ്രതീക്ഷകളോടെ കാത്തിരുന്നെങ്കിലും ലഭിച്ചത് പരിമിത പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. Oh